ഇനി തമിഴ്നാട്ടിലേക്ക് പോകാം. അവിടെ 17ാമത് തമിഴ്നാട് നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. 9:30 തുടങ്ങുന്ന സഭാ നടപടികളിൽ MLA-മാരുടെ സത്യപ്രതിജ്ഞയാണ് ആദ്യത്തെ പ്രധാന അജണ്ട. നാളെയാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഷോലവണ്ടൻ മണ്ഡലത്തിലെ TVK MLA-യായ MV കുറുപ്പയ്യയെ പ്രോടേം സ്പീക്കറായി ഇന്നലെ തെരഞ്ഞെടുത്തിരുന്നു. വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ കഴിഞ്ഞ ദിവസമാണ് അധികാരമേറ്റെടുത്തത്. ഉദയനിധി സ്റ്റാലിനെ നിയമസഭാ കക്ഷി നേതാവായി DMK-യും തെരഞ്ഞെടുത്തിരുന്നു. സായ്കുമാർ ചേരുന്നു. സായ്കുമാർ, ഇനി നിയമസഭ സംബന്ധിച്ചും ഡെപ്യൂട്ടി സ്പീക്കർ സംബന്ധിച്ചുമൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കേണ്ട സമയമൊക്കെയാണ്. തമിഴ്നാടുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ അറിയാൻ കഴിയും? റോഷ്നി ഷിഹാസ്, തമിഴ്നാട് നിയമസഭയുടെ വിജയ് TVK സർക്കാർ ഇന്നലെ വളരെ ആർഭാടപൂർവ്വം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 5 പതിറ്റാണ്ട് നീണ്ട ദ്രാവിഡ ഭരണത്തിന് ശേഷം ഒരു ദ്രാവിഡേതര കക്ഷിയുടെ സ്ഥാനാരോഹണം വലിയ ആഘോഷപൂർവ്വം തന്നെയാണ് നടന്നത്. ഇനി മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. നിയമസഭയുടെ ആദ്യ സമ്മേളനം, വിജയ് സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷമുള്ള നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്ന് 9:30 ആരംഭിക്കുന്നത്. MLA-മാരുടെ സത്യപ്രതിജ്ഞയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട. അതോടൊപ്പം സ്പീക്കർ, പ്രോടേം സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ ആയിരിക്കും. TVK MLA-യായ കുറുപ്പയ്യയെ പ്രോടേം സ്പീക്കറായി കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ തിരഞ്ഞെടുത്തിരുന്നു. അദ്ദേഹം ഗവർണർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ന് മുഴുവൻ MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അതുമാത്രമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട. നാളെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കും. നിലവിൽ 120 MLA-മാരുടെ പിന്തുണയാണ് TVK-ക്ക് ഉള്ളത്. അതിനപ്പുറം ADMK-യിൽ ഒരു വിഭാഗം MLA-മാർ TVK-യെ പിന്തുണയ്ക്കണം എന്ന ഒരു അഭിപ്രായം ആ പാർട്ടിക്കുള്ളിലുണ്ട്. എന്തായാലും ആ പാർട്ടികളൊക്കെ ഇപ്പോൾ വിപ്പ് നൽകുമോ MLA-മാർക്ക് എന്നതൊക്കെ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നിലവിൽ വിജയിക്ക് മറ്റു തരത്തിലുള്ള ഭീഷണികൾ ഒന്നും തന്നെയില്ല. DMK ആയാലും ADMK ആയാലും 6 മാസത്തേക്ക് ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള നടപടികളിലേക്ക് തങ്ങൾ പോകില്ല, സസൂക്ഷ്മം നിരീക്ഷിക്കും എന്ന ഒരു പ്രതികരണമാണ് നടത്തിയത്. അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീഷണി നിലവിൽ വിജയിയെ സംബന്ധിച്ച് ഇല്ല. എന്തായാലും വിജയിയുടെ നിയമസഭയിലെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന ഒരു ആകാംക്ഷ കൂടി ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ അടക്കം ഉണ്ട്. എന്തായാലും നിയമസഭയിൽ വിജയ്, അതോടൊപ്പം ഉദയനിധി സ്റ്റാലിൻ പോരിനാണ് ഇനി തമിഴ് രാഷ്ട്രീയം വേദിയാകാൻ പോകുന്നത്. DMK അവരുടെ നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ ഇന്നലെ തന്നെ തിരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ ഉദയനിധി സ്റ്റാലിനായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന് ഉറപ്പായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങൾ സജീവമായി തന്നെ കളത്തിലുണ്ട് എന്നുള്ള സന്ദേശം DMK നൽകുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ, അതോടൊപ്പം വിജയ് എന്ന രീതിയിലേക്ക് തമിഴ് രാഷ്ട്രീയം പോകുന്നു. അതൊരു തലമുറ മാറ്റമായി തന്നെ കാണുകയുമാണ്. സ്റ്റാലിൻ പരാജയപ്പെട്ടതോടുകൂടിയാണ് നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിൻ വരികയും ചെയ്യുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം, ഒരു വിവാദം എന്നുള്ളത് വന്ദേ മാതരം ആദ്യം ആലപിക്കുകയും തമിഴ് ഗീതം മൂന്നാമതായി ആലപിക്കുകയും ചെയ്തു എന്നതാണ്. അതിനൊരു വിശദീകരണം ഇന്നലെ TVK പറഞ്ഞത് ഗവർണർ നൽകിയിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി അങ്ങോട്ട് നിയമസഭാ നടപടികൾ ആരംഭിക്കുമ്പോഴടക്കം തമിഴ് ഈവഴക്കമായിരിക്കും ആദ്യം ആലപിക്കുക എന്ന് അവർ ആവർത്തിച്ചിട്ടുണ്ട്. TVK സപ്പോർട്ട് ചെയ്ത CPI അടക്കം വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഒരു വിശദീകരണവുമായി TVK രംഗത്ത് വന്നത്. എന്തായാലും സഭാ നടപടികൾ ഇന്ന് ആരംഭിക്കുമ്പോൾ ഗവർണർ വീണ്ടും ആ ഒരു നിർദ്ദേശം കൊടുക്കുമോ സർക്കാരിന്, ആദ്യം വന്ദേ മാതരം ആലപിക്കണം എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും TVK-യുടെ നിലപാട് എന്നൊക്കെ വളരെ വളരെ കൗതുകകരമാണ്. ഏതായാലും എല്ലാവരും ഇന്ന് ഉറ്റുനോക്കുകയാണ്. വിജയുടെ ഇന്നലത്തെ സത്യപ്രതിജ്ഞ ഒരു സിനിമാ സ്റ്റൈലിൽ തന്നെയുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു. ഇന്ന് നിയമസഭയിലേക്ക് കൂടി വിജയ് എത്തുന്നു. അവിടെ MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്നു. നിയമസഭയിൽ എങ്ങനെയായിരിക്കും വിജയുടെ പെർഫോമൻസ് എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ കൂടിയാണ് ഇപ്പോൾ തമിഴകം ഉള്ളത്. സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. സിനിമാ സ്റ്റൈലിലുള്ള ഒരു സത്യപ്രതിജ്ഞയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് കടക്കുകയാണ് തമിഴ്നാട്.